ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമുക്ക് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാവിലെ എണീറ്റ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം ചായ കുടിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കുടിക്കാനിങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ക്യാരറ്റും ബീട്രൂട്ടും വറവ്, അതുപോലെ തന്നെ സോയാബീൻ വെച്ചിട്ട് നല്ലൊരു മസാലക്കറി, പിന്നെ ചോറ്. അതാണ് മോൾക്ക് സ്കൂളിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ഇവിടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നാസ്ത കൊടുക്കുന്നത് ദോശയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കണം. 6:45 തൊട്ട് 6:30 തൊട്ടിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 8:15 ആകുമ്പോഴത്തേക്ക് വണ്ടി വരും. അതിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ആവണം. അതിൻ്റെ ഇടയിൽ മോളെ മദ്രസയിൽ പോയിട്ട് കൂട്ടണം, അങ്ങനെയൊക്കെ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ഓളെ മദ്രസയിൽ അയക്കുന്നതൊന്നും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു വറവ് നല്ലൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിഷ്ടമാണ്. ഇവിടെ വേറെ ആർക്കും ഇഷ്ടമല്ല, എനിക്കും കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പം ഇന്ന് ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുത്തത് ഓക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷെ എന്താ പറയുക, സോയാബീൻ മസാലക്കറി അത് നല്ല ടേസ്റ്റാണ്. നമുക്ക് സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ്, പൊരിച്ചു കൊടുത്താലൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് ഉണ്ടാക്കി കൊടുത്ത്, പക്ഷെ നിർഭാഗ്യം പറയും, സ്കൂളിലെത്തുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കറി മറിഞ്ഞ് എന്നോട് സങ്കടം വന്നിട്ട് പറഞ്ഞു. കറിയൊക്കെ ഇങ്ങനെ ഞാൻ കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ടിഫിനിലാക്കുന്ന സമയത്ത് ആളുകുമ്പോൾ കുറച്ചും കൊടുത്താവുമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ അധികമായതുകൊണ്ടാണോ എന്നറിയില്ല, കറി ഫുള്ള് കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബീട്രൂട്ട് വറവുള്ളതുകൊണ്ട് തന്നെ അതും കൂട്ടിയിട്ടാണ് ചോറിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ സങ്കടമായിപ്പോയി എനിക്ക്. ഞാൻ വന്നിട്ട് പിന്നെ രാത്രിയിലും ഈ ഒരു കറി കുറച്ച് ബാക്കിയുള്ളത് ഞാൻ രാത്രിയിൽ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി കൊടുത്ത്. അപ്പം ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വറവ് കുക്കറിൽ വേവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുക്കറിൽ വേവിക്കുന്നത് അതിന് വേവുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുക്കറിൽ തന്നെ വേവിക്കണം. നോർമലി ആദ്യമൊക്കെ ഞാൻ ചെയ്തതിലുണ്ടായത് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മൺചട്ടിയിൽ ഇങ്ങനെ വേവിച്ചെടുത്താൽ വെന്ത് കിട്ടും. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അത് ഓൾറെഡി കൂക്കി അവിടെ സെറ്റായിട്ടുണ്ട്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇപ്പം ഞാൻ ഈ സോയാബീൻ മസാലയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നോർമലി എല്ലാ മസാലകളും ഉണ്ടാക്കുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണ വെച്ച് ചെറിയ ജീരകം വലിയ ജീരകം ഇട്ട് കൊടുത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത്, കറിവേപ്പില ഇട്ട് കൊടുത്ത്, ഞാനൊരു മസാലക്കറി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാക്കിയത്. എന്നിട്ട് തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട്, കുറച്ചും കുരുമുളക് പൊടി ഇട്ടെടുത്ത്, കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ ഞാൻ കുറച്ച് അധികമായിട്ട് ഇട്ടിട്ടുള്ളത്. ഞാനിവിടെ ആക്കുന്ന 2 സാധനവും കുക്കറിലാണ് ഉണ്ടാക്കേണ്ടത്. ഒന്ന് വലിയ കുക്കറായിരുന്നു, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചെറുതിൽ ഞാൻ ആദ്യം തന്നെ വറവിന് വേണ്ട സെറ്റപ്പൊക്കെ ചെയ്തിട്ട് വറവ് അവിടെ വേവിക്കാൻ വെച്ച്, എന്നിട്ട് ഇനി അതിൻ്റെത്തേക്ക് തേങ്ങ ഇട്ട് കൊടുത്താൽ വറവായില്ല. ആ ഒരു സമയത്ത് ഞാൻ എന്താക്കി, മൺപാത്രത്തിൽ നമ്മുടെ ഈ സോയാബീൻ കറിയുണ്ട് ഏകദേശം പാകമൊക്കെ ആക്കി സെറ്റാക്കി വെച്ച് ഇനി അതൊന്ന് വേവിക്കേ വേണ്ടു. അപ്പോൾ ഇവിടെ വറവ് ഓൾറെഡി തേങ്ങയൊക്കെ ഇട്ട് സെറ്റായതിന് ശേഷം ഞാനൊരു തട്ടുപാത്രത്തിലേക്ക് അത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് സോയാബീൻ അതിൻ്റെത്തേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോയാബീൻ്റെ മസാലകളൊക്കെ റെഡിയാണ്, അതൊന്ന് വേവിച്ചെടുക്കേ വേണ്ടു. 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കണം. ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറി. നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടി പറ്റും. ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എല്ലാ സ്പൈസസ് ഇട്ട് കൊടുക്കും. കുരുമുളക്, ഗരം മസാല, അതുപോലെ തന്നെ ചിക്കൻ മസാല, മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടി, എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കും. പിന്നെ മല്ലിയിലേൻ്റെ ഒരു കുറവുണ്ട്, അപ്പോൾ മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറ് അവിടെ തിളപ്പിക്കാന്ന് കേട്ടോ. അപ്പം ചോറ് ഇന്ന് എല്ലാവർക്കും ഇല്ല, ചോറ് രാവിലെ തന്നെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചോറുമ്മ അടുപ്പിലാണ് ഉണ്ടാക്കൽ. അപ്പോൾ രാവിലെ അടുപ്പ് കത്തി, ഇപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ അടുപ്പ് കത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ആക്കുന്ന സമയത്ത് കുറച്ചധികം ചോറാക്കിയിട്ട് നമുക്ക് ഒരു ദിവസം തിളപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായത്. അപ്പം ഒരു ദിവസം വൃത്തിക്ക് തന്നെ ചോറുണ്ടാക്കും, ഒരു ദിവസം ആ ചോറ് തിളപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. പിന്നെ ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ അടുപ്പിൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ അടുപ്പിലുണ്ടാക്കും. അപ്പോൾ ദോശയൊക്കെ ഉമ്മ ചുടുന്നതാണെങ്കിൽ അടുപ്പിൽ തന്നെയാണ് ചുടൽ. ചോറുണ്ടാക്കും, അതുപോലെ തന്നെ കറിയൊക്കെ ഉമ്മ വെക്കുന്നതാണെങ്കിൽ അടുപ്പിലാണ് ഉണ്ടാക്കൽ. ഞാൻ ഈ രാവിലെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതും ഞാൻ രാവിലെ ഇങ്ങനെ മീൻകറിയൊന്നും വെക്കുന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് ആവുന്ന കറിയല്ലേ വെക്കുന്നില്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ ഗ്യാസിലുണ്ടാക്കും. മീൻകറിയും സംഭവങ്ങളൊക്കെ ഉമ്മ അടുപ്പിലാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഈ പരിപ്പറി കുക്കറിലൊക്കെ വെക്കേണ്ട സംഭവങ്ങളൊക്കെ ഗ്യാസിലുണ്ടാക്കും. അധികം നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലേ പരിപ്പറിയൊക്കെ നമ്മളത് തന്നെ ആയിരിക്കും ഉച്ചക്കും കഴിക്കൽ. ചില ദിവസങ്ങളിൽ മീൻകറി ഉണ്ടെങ്കിൽ, രാത്രിയിലത്തെ മീൻകറി ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടും. മാക്സിന് ഞാൻ മുന്തിരിയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ജ്യൂസ് അടിക്കുന്ന മുന്തിരി അല്ല ഇത്. അതിൻ്റെ അകത്തുനിന്ന് ഈ കേട് വന്നത്, അതായത് ചെറിയ ഒരു
ചീന പോലെ ഉള്ളതൊന്നും ഓള് കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പെറുക്കി എടുക്കാമായിരുന്നു. ഇതിൻ്റെ അകത്ത് നിന്ന് തിരിച്ച് വരുമ്പോൾ അതായത് സ്നാക്സ് ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ പാത്രം കഴുകുമല്ലോ, അപ്പോൾ കാണാം മുന്തിരിൻ്റെ കുരുവൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ തൊലിയും കളഞ്ഞിട്ടാണ് ആൾ തിന്നൽ. ഞാൻ പറയും ഈ മുന്തിരിൻ്റെ തൊലിയൊക്കെ എന്തിനാണ് കളയുന്നത്, ഇത് അങ്ങനെ തന്നെ കഴിക്കുന്നതല്ലേ പറയും. ഇങ്ങനെയാണ് ആൾക്ക് ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം വറവ് ഞാൻ എന്തോ ഭാഗ്യത്തിന് കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വെജിറ്റബിൾസ് ഇങ്ങനെയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങ് പോവുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ട് ഇട്ടുകൊടുത്തതായിരുന്നു. പക്ഷെ ഭാഗ്യം എന്താ പറയുക, കറി മറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു സാധനം കൂട്ടിയിട്ടാണ് ഓള് കഴിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടൈമായി, ഞാനിപ്പോൾ മദ്രസയിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. 7:40 ഞാൻ അലാറം വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇല്ലെങ്കിൽ ഞാൻ അലാറം ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഭയങ്കര മറവിയാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആൾ വന്ന് ഞാനിങ്ങനെ ഓളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇങ്ങനെ ഓടി വന്ന് എന്തിനാണ്, ഞാൻ വീഡിയോ എടുക്കാമായിരുന്നല്ലോ. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓൾ വീണ്ടും മദ്രസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് രണ്ടാമത് വന്നു. ഞാൻ പറഞ്ഞ ടൈമില്ലാത്ത സമയത്ത് നീ ഇങ്ങനെ ചെയ്തേ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉമ്മ വീഡിയോ എടുക്കുന്നത് പറഞ്ഞുകൊണ്ടല്ലേ പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ആളങ്ങനെ ചെയ്യുന്നു. ഇറങ്ങിപ്പോയിട്ട് വീണ്ടും വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് വീണ്ടും വന്ന് ഭയങ്കര സപ്പോർട്ടീവായ മക്കളാണ് മാഷാല്ലാ. അങ്ങനെ നമ്മളുടെ സാധനങ്ങളൊക്കെ ഇനി റെഡിയാക്കി വെക്കണം. അപ്പോൾ ടിഫിനിൽ ചോറ് എടുത്ത് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ എന്താക്കും, ഓള് വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കി വെക്കുമല്ലോ. അപ്പോൾ ഇന്ന് ചോറ് ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ലേറ്റായി. അതായത് പോകുന്ന സമയത്തായിരുന്നു. ഞാൻ ഏതായാലും പോയി വന്നിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ചോറ് വിളമ്പുന്നത് ഓള് കണ്ടുകൊണ്ട് തന്നെ ഓളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു ഈ ചോറ് കൂടുതലാണ്, എനിക്ക് ഇത്ര വേണ്ട പറഞ്ഞിട്ട് ടിഫിൻ എന്താക്കി ചോറ് വാരിയിട്ട് തിരിച്ച് കൊടുക്കൽ തന്നെ ഇടുന്നുണ്ട്. 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഓള് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ സെറ്റാക്കി വെക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയും, അതെനിക്ക് വേണ്ട എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങളുണ്ടാവും. ഇതാവും എന്താ അവിടെ എത്തിയിട്ടാണല്ലോ തുറന്ന് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് പിന്നെ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ എല്ലാം ഇവിടെ ഇങ്ങനെ ചൂട് പോകാൻ വേണ്ടി തുറന്ന് വെച്ചുകൊണ്ട് തന്നെ ആൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലത്തോള് കാര്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് കറി കുറച്ച് അധികമായിരുന്നു, പക്ഷെ അത് കുഞ്ഞിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്തോ ഭാഗ്യത്തിന് കുറച്ചധികം വറവിട്ടുകൊണ്ട് തന്നെ വറവും കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചതെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ പച്ചമുളക് ഇടലില്ല, ഞാൻ ഒന്നിൻ്റെത്തും പച്ചമുളക് ഇടലില്ല. നമ്മൾ ഇവിടെ നിന്നുള്ള പച്ചമുളക് ഭയങ്കര എരിവാണ്. അതുപോലെ തന്നെ ഇവർ പച്ചമുളക് ഉണ്ടെങ്കിൽ, അതായത് നോർമലി നമ്മൾ കറിയിലിടുന്ന മുളകും അതുപോലെ തന്നെ വറവിലിടുന്ന മുളകൊക്കെ ഇവർക്ക് ഭയങ്കര എരിവായിട്ട് ഫീൽ ചെയ്യും. പിന്നെ വേറെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിലുള്ള മുളക് അവർക്ക് പ്രശ്നമല്ല, അച്ചാർ എത്രയും കഴിക്കും. അതെല്ലാ മക്കളും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്താത്തൻ്റെ കുട്ടി അതേപോലെ തന്നെയാണ്, ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് മാങ്ങയൊക്കെ കഴിക്കും, പക്ഷേ കറിയിലും വറവിലൊന്നും മുളകിടാൻ വേണ്ടി പാടില്ല. അങ്ങനെ നമ്മൾ കുറേ സമയം ഫൈറ്റ് ചെയ്തതിന് ശേഷം ആള് റെഡിയായി. ആളുടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കലാണ്. അപ്പം മുന്തിരി മോനോടും കുറച്ചും കൂടെ വാങ്ങിയിട്ട്, അതായത് കുറച്ച് മുന്തിരി മോനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഓള് വാങ്ങിയിട്ട് ഓള് സ്നാക്സ് ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിലെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാസ്ത കൊടുക്കലാണ്. നാസ്ത ദോശ ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ. അപ്പോൾ അതിൻ്റെ അത് തിന്നാൻ വേണ്ടി കൊടുക്കലാണ്. ഞാൻ ഈ സോയാബീൻ കറി വെച്ചിട്ട് തന്നെ ആയിരുന്നു ദോശ കൊടുത്തിട്ടുണ്ടായത്. ആദ്യം ചെറിയ എരിവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ഓള് കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. ഇനി നമുക്കിതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ ഒരു രാവിലത്തെ അവരെ ഒന്ന് സ്കൂളിൽ അയച്ചതിന് ശേഷമുള്ള ഒരു കുറച്ച് സമയം എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിക്കും. അപ്പോഴായിരിക്കും നമ്മളെ മോനെണീക്കൽ. ഓനെണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ ആയി ഓൻ്റെ ബാക്കിലായ പിന്നെ സമയം അവിടെ പോകും. എന്നാലും 8:15 വണ്ടി വന്ന് കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. എല്ലാം സ്മൂത്തിൽ അങ്ങ് നടന്ന് പോകുന്നുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ആ ഒരു ടൈം കുറച്ച് സമയം പോലും നമുക്ക് ഇരിക്കാനുള്ള ടൈം കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും രാത്രിയിലത്തെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഇരുന്നൊന്ന് ചായ കുടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതായത് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം, അതായത് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഞാൻ എടുത്തു വെച്ചിട്ട് രാവിലെ അത് കൊടുക്കും. അപ്പം അത് നമ്മൾ കൈയിട്ട് ഇളക്കുന്നതിന് മുന്നേ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ചൂടാക്കിയിട്ട് ഞാൻ സ്കൂളിലേക്ക് കൊടുക്കലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ കുറച്ച് സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോസ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് ചാനലിലുണ്ട്, കയറി കണ്ടുനോക്കുക. മുന്നേ ഉള്ള വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.